ഫോർത്ത് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 4y ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ ഓർഡറും കണ്ടുപിടിക്കണം, ഡിഗ്രിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാം. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹയസ്റ്റ് ഓർഡർ ആയിട്ടുള്ളത് ഏതാ? ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണല്ലേ. ഇതാണ് ഹയസ്റ്റ് ഓർഡർ ഉള്ള നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാരണം വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. നെക്സ്റ്റ് ഡി വൈ ബൈ ഡി എക്സിനെ എഗെയിൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പം ഇതിൽ ഈ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഉള്ളത് ഏതാണ്? ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. സോ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 2 ആയിരിക്കും. ഓക്കെ, ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് പവർ ഓഫ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുന്നത് അതിനകത്തിൽ ഹയസ്റ്റ് ഓർഡർ ഏതാന്ന് നോക്കിയിട്ടല്ലേ. അപ്പോൾ ആ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ എന്താണോ അതായിരിക്കും എന്ത് വരിക? ഡിഗ്രി ആയിട്ട് വരിക. അതായത് ഇവിടെ നോക്കിക്കേ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഹയസ്റ്റ് ഓർഡർ. അതിൻ്റെ പവർ എന്താ വന്നിരിക്കുന്നത്? റേസ് ടു 1 ആണല്ലേ. അപ്പം ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദാറ്റ് y is equal to x e raised to x is a solution of y double dash minus 2y dash plus y is equal to 0. അതായത് ഈ y is equal to x e raised to x എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാ, വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനാദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് y തന്നിട്ടുണ്ട് x e raised to x. നമ്മൾ നെക്സ്റ്റ് y ഡാഷ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്ത് വരും? x e raised to x ആ. ഇപ്പോൾ 2 ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അതായത് എക്സിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനും ഇ റേസ് ടു എക്സിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനായ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ? ഇ റേസ് ടു എക്സ് തന്നെ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനായ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആ വരിക. അപ്പോൾ എന്ത് വരും? എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് എന്ന് വരും. ഇനി വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണ്ടേ? കാരണം വൈ ഡബിൾ ഡാഷ് വേണം, അതുപോലെ ഇവിടെ വൈ ഡാഷ് വേണം, ഇവിടെ വൈ വേണം. അതെല്ലാം കൂടി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0 കിട്ടുമോ എന്ന് നോക്കിയാൽ മതി. നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് വൈ ഡബിൾ ഡാഷ് എന്താ വരിക? ഇതിനെ എഗെയിൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? എഗെയിൻ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ദെൻ സെക്കൻഡ് ഫംഗ്ഷനായ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 വരും പ്ലസ് ഇവിടെ ഒരു ഇ റേസ് ടു എക്സ് കൂടെ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ എന്ത് വരും? എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്. അതായത് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് 2 ഇ റേസ് ടു എക്സ് എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചു, വൈ ഡാഷ് കണ്ടുപിടിച്ചു, വൈ ഉണ്ട്. അത് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് വൈ ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് വൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇ റേസ് ടു എക്സ് ആ. മൈനസ് 2 ഇൻറ്റു വൈ ഡാഷ് എന്താ വരിക? ഇത് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്താ വരിക? വൈ എക്സ് ഇ റേസ് ടു എക്സ്. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇ റേസ് ടു എക്സ്. ഈ -2നെ അകത്തേക്ക് കൊടുക്കുമ്പോൾ -2 എക്സ് ഇ റേസ് ടു എക്സ്, -2നെ ഇവിടെയും കൊടുക്കുമ്പോൾ -2 ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും.
ഇനി നമുക്ക് നോക്കിയേ, 2e⁻x -2e⁻x ക്യാൻസലായി. ദെൻ ഇവിടെ നോക്കിയേ, xe⁻x, ഇവിടെ xe⁻x. അപ്പോൾ 2xe⁻x എന്ന് വരും. മൈനസ് ഇവിടെ 2xe⁻x എന്ത് വരും? 2xe⁻x എന്ന് 2xe⁻x പോയ 0 അല്ലേ വരിക. അതായത് y⁻' -2y' + y എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ y = xe⁻x എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് 25x² - 5y dx + 3y² - 5x dy = 0 ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണോ എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാക്റ്റ് ആണോ നോക്കുന്നത് എങ്ങനെയായിരുന്നു? ജനറൽ ഫോം m(dx + n(dy) = 0 എന്നാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. എക്സാക്റ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? ∂m(y) ∂y = ∂n/∂x. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവേണ്ട കണ്ടീഷൻ. ഇവിടെ നോക്കിക്കേ, m(dx + n(dy) ഫോമിലല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എമ്മിൻ്റെ സ്ഥാനത്ത് 25x² - 5y, m(dx + n(dy), എന്നിൻ്റെ സ്ഥാനത്ത് 3y² - 5x dy = 0 എന്നാണ് വന്നിരിക്കുന്നത്. അതായത് എമ്മിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 25x² - 5y എന്നിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 3y² - 5x. ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ∂m/∂y ചെയ്യുന്നു. അതായത് ∂m/∂y എന്ന് പറയുമ്പം വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യുന്നത്. അവിടെ എക്സിൻ്റെ ആൾക്കാരൊക്കെ കോൺസ്റ്റൻറ്റുകളായിരിക്കും. നോക്കിക്കേ, 25x² വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 25 എന്തായാലും കോൺസ്റ്റൻറ്റാണ്. അതേപോലെ വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് ചെയ്യുന്നത്. സോ ഇവിടെ വരുമ്പം എക്സിൻ്റെ ടേമും എന്താണ്? കോൺസ്റ്റൻറ്റ്. അപ്പം മൊത്തത്തിൽ 25x² എന്ന് പറയുന്നത് അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പം കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 -5y. അതായത് വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 5yയുടെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 5 ആണ് വരിക. അപ്പം 0 - 5 -5 എന്ന് കിട്ടും. ഇനി ∂n/∂x എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്തത്. സോ വൈയുടെ ആൾക്കാരൊക്കെ അവിടെ കോൺസ്റ്റൻറ്റുകളാണ്. 3 ഓൾറെഡി കോൺസ്റ്റൻറ്റാണ്. y എന്താ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുന്നതുകൊണ്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആയതുകൊണ്ടും എന്താ അവിടെ കോൺസ്റ്റൻ്റ് ആവും, 0 ആയി പോകും. 3y² ഡെറിവേറ്റീവ് 0 ആകും. മൈനസ് 5x ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ 5 വരും. സോ -5 എന്ന് വന്നു. രണ്ടും ഈക്വൽ അല്ലേ? രണ്ടും -5 വന്നിട്ടുണ്ടല്ലേ? സോ ∂m/∂y = ∂n/∂x കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. Next question, find the integrating factor corresponding to the differential equation dy/dx plus y tan x = cos x. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് dy/dx plus y tan x = cos x എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഇത് ഏത് ഫോമാ? y' plus p of x y = r of x എന്ന് പറഞ്ഞ ഫോമിലാണ് കിടക്കുന്നത്. അതായത് പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന ആരാ? ടാൻ എക്സ് ആണ്. പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ടാൻ എക്സ് ആണ്. നമുക്കിവിടെ കാണേണ്ടത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താ? e⁻∫ p of x dx ആണ്. അപ്പോൾ ഇതിലേക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ടാൻ എക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? e⁻∫ tan x dx എന്ന് വരും. ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലോഗ് കോസ് എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് വരും? e⁻∫ tan x എന്ന് പറയുന്നത് ലോഗ് കോസ് എക്സ് ആണ്. ഇനി e⁻log കോസ് എക്സ് എന്താ വരിക? e⁻log x എന്ന് പറയുന്നത് എന്താ? എക്സ് ആണ്. അതായത് ഇത് മാത്രമായിരിക്കും ആൻസർ ആയിട്ട് വരിക. e⁻log z എന്ന് പറയുന്നത് എന്താ? ഇസഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ e⁻log cos x എന്ന് പറയുന്നത് എന്തായിരിക്കും?
കോസ് എക്സ് ആയിരിക്കും. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? കോസ് എക്സ് എന്ന് കിട്ടി. താങ്ക് യു.